അത്ഭുതങ്ങൾ വിരിയിച്ച മണ്ണാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലേത്. എ.കെ. ആന്റണിയും എം.വി. രാഘവനും ഉൾപ്പെടെ കേരളത്തിലെ തലയെടുപ്പുള്ള നേതാക്കൾ വിജയം കണ്ട മണ്ഡലം. ഇക്കുറി ത്രസിപ്പിക്കുന്ന പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. എൽ.ഡി.എഫിന്റെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു വശത്ത്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തെത്തിയ ബി.ജെ.പിയെ വിജയത്തിലകമണിയിച്ച് ചരിത്രം ചമയ്ക്കാൻ വി. മുരളീധരൻ മറുവശത്ത്. ഇവർക്കിടയിൽ മണ്ഡലവുമായുള്ള ആത്മബന്ധം ഓർമ്മിപ്പിച്ച് നഷ്ടപ്രതാപം തിരിച്ചുകൊണ്ടുവരാൻ യു.ഡി.എഫിന്റെ ടി. ശരചന്ദ്ര പ്രസാദും. വേനൽ ചൂടിനൊപ്പം കത്തിക്കയറുകയാണ് മത്സരച്ചൂടും. 1996 തിരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ച കടകംപള്ളി 2006 പരാജയപ്പെട്ടു. 2016 2021 വീണ്ടും ജയിച്ചു. 2016 യു.ഡി.എഫിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി ബി.ജെ.പിയുടെ വി. മുരളീധരൻ 2ാമതെത്തി. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റമാണ് അന്ന് ബി.ജെ.പി നടത്തിയത്. 2021 ഇതേ ചിത്രം ആവർത്തിച്ചു. ബി.ജെ.പിയുടെ കരുത്തുറ്റ നാവായ ശോഭാ സുരേന്ദ്രനാണ് 2ാം സ്ഥാനത്തെത്തിയത്. യു.ഡി.എഫ് അപ്പോഴും 3ാമതായി. ഇക്കുറി 2ാം സ്ഥാനം ഒന്നാക്കാനുള്ള അഹോരാത്ര യജ്ഞമാണ് എൻ.ഡി.എ നടത്തുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനമാണ് അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകം. കഴക്കൂട്ടം മണ്ഡലത്തിലെ 13 നഗരസഭാ വാർഡുകളിൽ വിജയിച്ചത് ബി.ജെ.പിയാണ്. 9 വാർഡുകളിൽ എൽ.ഡി.എഫിന് ജയിക്കാനായപ്പോൾ യു.ഡി.എഫിന് കിട്ടിയതാവട്ടെ 2 വാർഡുകളും. ഈഴവ നായർ സമുദായങ്ങൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലമാണിത്. 20 മുതൽ 23% മുസ്ലിം വോട്ടുകളുമുണ്ട്. ക്രിസ്ത്യൻ നാടാർ വിഭാഗങ്ങളും SC/ST വിഭാഗം വോട്ടുകളും നിർണായകമാണ്. ശബരിമല സ്വർണ്ണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് എൽ.ഡി.എഫ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. പോറ്റിയുമായുള്ള ചെങ്ങാത്തവും പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശബരിമല കൊള്ള കൂടുതലും കടകംപള്ളി മന്ത്രിയായ കാലയളവിലാണ് നടന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വലിയ തോതിൽ മണ്ഡലത്തിൽ ചർച്ചയായി. സ്വർണ്ണക്കൊള്ള യു.ഡി.എഫും എൻ.ഡി.എയും പ്രചാരണായുധമാക്കിയിട്ടുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പണി തുടങ്ങിയ കഴക്കൂട്ടം കുളത്തൂർ റോഡിന്റെ പൂർത്തീകരണം നടക്കാത്തതും വലിയ ചർച്ചയാവുന്നുണ്ട്. സിവറേജ് ലൈനുകളുടെ നിർമ്മാണം സമയബന്ധിതമായി തീർക്കാത്തതും ഇതുമൂലുള്ള ഗതാഗത പ്രതിസന്ധിയും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും. 2016 തെരഞ്ഞെടുപ്പിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വി. മുരളീധരൻ തന്നെയാണ് അന്ന് 2ാമനായത്. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് വേണ്ടി കൈക്കൊണ്ട നടപടികളാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും എൻ.ഡി.എക്ക് തുണയാവുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി കഴക്കൂട്ട മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സജീവ ഇടപെടലാണ് വി. മുരളീധരൻ നടത്തിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 13 വാർഡുകളിൽ വിജയിക്കാനായതാണ് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം പകരുന്നത്. കോർപ്പറേഷൻ ഭരണം കരഗതമായതിന്റെ പ്രതിഫലനവും നിശ്ചയമായും ഉണ്ടാവും. ചെമ്പഴത്തി SN കോളേജ് വിദ്യാഭ്യാസ കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ ശരചന്ദ്ര പ്രസാദിന് മണ്ഡലത്തിലുള്ള വിപുലമായ ബന്ധമാണ് മുതൽക്കൂട്ട്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഏറിയ കൂറും വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് എന്നത് മുൻതൂക്കമാണ്. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനക്കാരനായപ്പോൾ കിട്ടിയ വോട്ടുകൾ 2021 വീണ്ടും കുറവ് സംഭവിച്ചത് കോൺഗ്രസിന്റെ ക്ഷീണമാണ് കാട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും അത്ര മെച്ചമെന്ന് പറയാനാവില്ല. പിന്നെ മുരളീധരൻ ശക്തമായ വികസന അജണ്ടയാണ് കഴക്കൂട്ടത്ത് അവതരിപ്പിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന വൻ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം കഴക്കൂട്ടത്തെ ഉയർന്നുവരുന്ന ഒരു കോട്ടയായി ബി.ജെ.പിയും കാണുന്നുണ്ട്. മണ്ഡലത്തിന്റെ കോസ്മോപൊളിറ്റൻ സ്വഭാവം, മധ്യവർഗ പ്രൊഫഷണലുകൾ, കുടിയേറ്റ വോട്ടർമാർ എന്നിവരുടെ സാന്നിധ്യം, നഗരഭരണവും അടിസ്ഥാന സൗകര്യ സമ്മർദ്ദവും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പക്ഷത്തിനായി ഇടം സൃഷ്ടിക്കുന്നു എന്ന ധാരണ എന്നിവയിലാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി തങ്ങളുടെ സാന്നിധ്യം ക്രമാനുഗതമായി വികസിപ്പിച്ചു. കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയും പ്രതിപക്ഷയിടം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഒരു കാലത്ത് പ്രധാന എതിരാളിയായിരുന്ന കോൺഗ്രസ് ഘടനാപരമായ ത്രികോണ മത്സരത്തിൽ അച്ചടക്കമുള്ള ഇടതുപക്ഷത്തിന് ഉറച്ച ബി.ജെ.പിക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ 42,732 വോട്ട് നേടി മണ്ഡലത്തിൽ 2ാമതെത്താൻ കഴിഞ്ഞതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശോഭാ സുരേന്ദ്രൻ ശക്തമായ പോരാട്ടം നടത്തിയതുമാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി വി. മുരളീധരന്റെ ആത്മവിശ്വാസം. 2011 7,508 വോട്ട് മാത്രമാണ് ബി.ജെ.പിക്ക് മണ്ഡലത്തിലുണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റയടിക്കാണ് മണ്ഡലം മുരളിക്ക് 40,000-ലധികം വോട്ട് നൽകിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.